വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചത് പ്രധാനമായും ഭീഷണി സന്ദേശം പതിച്ച ടീഷർട്ടുകൾ അണിയിച്ചുകൊണ്ടാണ്. ശനിയാഴ്ച വിട്ടയച്ച 369 തടവുകാരെയും ഇസ്രായേൽ ദേശീയ പതാകയിൽ അടയാളപ്പെടുത്തപ്പെട്ട ജൂതമത ചിഹ്നം സ്റ്റാർ ഓഫ് ഡേവിഡ് ആലേഖനം ചെയ്ത് വെളുത്ത ടീഷർട്ട് നിർബന്ധപൂർവ്വം ധരിപ്പിക്കുകയുണ്ടായി. നീല നിറത്തിലുള്ള നക്ഷത്രത്തിനൊപ്പം തന്നെ അറബിയിൽ "ഞങ്ങൾ മറക്കുകയില്ല, പൊറുക്കുകയുമില്ല" എന്ന ഭീഷണി സന്ദേശം എഴുതിയിട്ടുണ്ടായിരുന്നു. വെടിനിർത്തൽ കരാർ പാലിക്കുമ്പോൾ തന്നെ കടുത്ത പാലസ്തീൻ വിദ്വേഷവും വംശീയ വെറിയും പ്രകടമാക്കുന്ന ഇസ്രായേൽ സർക്കാർ നടപടിക്കെതിരെ യഥാർത്ഥത്തിൽ പാലസ്തീൻ മേഖലകളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ശനിയാഴ്ച ഹമാസ് 3 ബന്ദികളെയാണ് പ്രധാനമായും മോചിപ്പിച്ചിരുന്നത്. ഇതിന് പകരമായിട്ടാണ് ഇസ്രായേൽ ജയിലിൽ അടച്ചിരുന്ന 369 പാലസ്തീൻ തടവുകാരെ വിട്ടയച്ചത്. മോചനത്തിന് തൊട്ട് മുമ്പ് ഇസ്രായേൽ ജയിൽ കമ്മീഷണർ കോബി യക്കോബിയുടെ തീരുമാനപ്രകാരമായിരുന്നു പാലസ്തീൻ പൗരരെ വംശീയ ഭീഷണി സന്ദേശമുള്ള വസ്ത്രം ധരിപ്പിച്ചതെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മോചനത്തിന് മുമ്പ് തന്നെ ഇത്തരം വസ്ത്രം ധരിച്ച ഏതാനും തടവുകാരുടെ ചിത്രം ഇസ്രായേൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു. വംശീയ കുറ്റകൃത്യമാണ് ഇസ്രായേൽ ചെയ്തതെന്ന് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പ്രതികരിക്കുകയുണ്ടായി. മോചിപ്പിക്കപ്പെട്ടവർ ടീഷർട്ടുകൾ കത്തിക്കുന്ന ചിത്രം അൽ ജസീറ പുറത്തുവിട്ടിരുന്നു. റെഡ് ക്രോസ് ഉൾപ്പെടെ ഇസ്രായേൽ പ്രവർത്തികൾക്കെതിരെ രംഗത്ത് വന്നു. ഇസ്രായേലിനുള്ളിൽ പ്രതിഷേധങ്ങൾ ശക്തമായി ഉയർന്നു. പക്ഷെ തടവുകാരെ മോചിപ്പിക്കുന്നത് ഭീഷണിക്കുള്ള അവസരമാക്കുന്ന ഇസ്രായേൽ നടപടി ആദ്യമല്ലെന്നും നിലവിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. വംശീയ ചിഹ്നങ്ങളുള്ള കൈവളകൾ അണിയിച്ച് മുമ്പും പാലസ്തീൻകാരെ വിട്ടയച്ചിരുന്ന നടപടി ഉണ്ടായിരുന്നു.